നമസ്കാരം. നമ്മൾ ഒരു പുൽത്തകിടി കാണുമ്പോൾ നമുക്കത് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നാറില്ലേ? നമ്മളൊരു പുതിയ വീട് പണിയുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുന്നില്ലേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു പച്ച പുല്ലുകളുള്ള ഒരു പുൽത്തകിടി? എന്തുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നത്? അതിനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഈ പുൽത്തകിടിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുടെ എല്ലാം പിറകിൽ ഓരോ ചരിത്രമുണ്ട്. നമ്മുടെ പൂർവികർ ഗുഹയുടെ മുമ്പിൽ പുല്ലൊന്നും നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആദ്യകാലങ്ങളിലുള്ള മനുഷ്യരാരും തന്നെ പുല്ല് നട്ടു വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നീട് എപ്പോഴായിരിക്കാം ഈ പുല്ലുകൾ നമ്മുടെ മനസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോട്ടൊക്കെ വന്നത്? അത് മധ്യകാലഘട്ടങ്ങളിലാണ്. ആ സമയങ്ങളിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമായ വലിയ ധനികരും പ്രഭുക്കരും അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ആഡംബരത്തിൻ്റെ അടയാളമായി ഈ പുല്ലുകൾ നട്ടു വളർത്താൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കാം പച്ചപ്പുല്ലുകൾ അവർ മുൻപിൽ നട്ടു വളർത്തിയത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുല്ല് നട്ടു വളർത്തണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. അതുപോലെ തന്നെ അതിന് ഒരുപാട് അധ്വാനവും ആവശ്യമാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഈ പുല്ല് വെട്ടാനുള്ള യന്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത് നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലറും മറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യർ ചെയ്ത് ഇതുപോലെ ഭംഗിയായ ഒരു പുൽത്തകിടി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് സമയവും ഒരുപാട് അധ്വാനവും വേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പണവും ഒരുപാട് സേവകരുമുള്ള വലിയ പ്രഭുക്കന്മാർക്ക് മാത്രമാണ് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയത്. സാധാരണക്കാരായ കർഷകർ പുല്ല് നട്ടു വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് പ്രത്യുപകാരമായിട്ട് കിട്ടില്ല. നമുക്ക് നമ്മുടെ കന്നാലികളെ പോലും അതിലൂടെ മേയാൻ പറ്റില്ല. കാരണം അത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതെല്ലാം നശിപ്പിച്ച് കളയും. അപ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത പുല്ല് സാധാരണക്കാരായ മനുഷ്യരാരും നട്ടു വളർത്താറുണ്ടായിരുന്നില്ല. അത് നട്ടു വളർത്തിക്കൊണ്ടിരുന്നത് വലിയ പ്രഭുക്കന്മാരും രാജകൊട്ടാരങ്ങളിലുള്ള രാജാക്കന്മാരും അങ്ങനെയുള്ളവർ മാത്രമായിരുന്നു അതെല്ലാം നട്ടു വളർത്തിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടങ്ങളിൽ. പ്രഭുക്കന്മാരുടെ വീടിന് മുന്നിലുള്ള പുൽത്തകിടികൾ മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്തത്ര വലിയ ഒരു സംഭവമായിട്ടായിരുന്നു അന്നുള്ളവർ കണ്ടിരുന്നത്. കാരണം ഈ പുൽത്തകിടി കാണുമ്പോൾ തന്നെ ആളുകളോട് വിളിച്ചു പറയുമായിരുന്നു, ഞാൻ ഒരുപാട് വലിയ ധനികനാണ്, എനിക്ക് ഒരുപാട് ജോലിക്കാരുണ്ട്. ഈ പുൽത്തകിടിയുടെ വലിപ്പവും അല്ലെങ്കിൽ ഭംഗിയും ഒക്കെ കൂടുമ്പോൾ അതനുസരിച്ച് അവരുടെ പവറും സാമ്രാജ്യത്തിൻ്റെ കരുത്തുമൊക്കെ മുന്നിലൂടെ പോകുന്ന ആളുകളുടെ മുമ്പിൽ വിളിച്ചറിയിക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു അധികാരത്തിൻ്റെ ചിഹ്നമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് അധികാരമുള്ളവർ പണമുള്ളവർ എല്ലാവരും ആദ്യ കാലഘട്ടങ്ങളിൽ പുൽത്തകിടി നട്ടു വളർത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഒരു പ്രഭുവിനെ സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുൽത്തകിടി വളരെ മോശമായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരും, ഈ പ്രഭുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര മെച്ചമല്ല, അദ്ദേഹം വളരെ കഷ്ടപ്പാടിലും ദുരിതങ്ങളിലുമാണ്. അപ്പോൾ ആ പുൽത്തകിടി തന്നെ പല കാര്യങ്ങളും പറയാതെ തന്നെ ആളുകളോട് സംസാരിക്കുമായിരുന്നു. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പുൽത്തകിടികൾ വീണ്ടും അവിടെ തന്നെ നിലനിന്നു. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ അല്ലെങ്കിൽ വലിയ ഗവൺമെൻറ് ഓഫീസിൻ്റെ ഒക്കെ മുമ്പിൽ ഇതുപോലത്തെ പുൽത്തകിടികൾ സ്ഥാനം പിടിച്ചു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും മാത്രമേ പോയുള്ളൂ. പക്ഷെ അവർ ഉണ്ടാക്കി വെച്ച അധികാര ചിഹ്നങ്ങളും അടയാളങ്ങളും നമ്മുടെ ചുറ്റും തന്നെ അവശേഷിച്ചു. ഈ പുൽത്തകിടികൾ എപ്പോഴും അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ചിഹ്നങ്ങളായി സാധാരണക്കാരുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള പണമുള്ള ആളുകളുടെയൊക്കെ മക്കൾ ഇപ്പോൾ കളിക്കുന്നത് ഇതുപോലത്തുള്ള പുൽത്തകിടികളിലാണ്. പുൽത്തകിടിയുമായി അത്രയ്ക്ക് അടുത്ത ബന്ധം നമുക്കിപ്പോൾ ഉണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ അത് കാണാൻ പറ്റും. കാരണം ഇത് ഈ അധികാരത്തിൻ്റെ ചിഹ്നമായതുകൊണ്ട് തന്നെ സാധാരണക്കാരും പിന്നീട് ഇതൊക്കെ അനുകരിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ചുറ്റും എവിടെ നോക്കിയാലും ഈ പുൽത്തകിടികൾ ധാരാളമായി കാണാൻ പറ്റും. ഒരു സാധാരണക്കാരൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇപ്പോൾ ആ സാധനമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അധികാരത്തിൻ്റെ ചിഹ്നങ്ങൾ ഇങ്ങനെ കൈമാറി ഇപ്പോൾ സാധാരണ ആളുകളുടെ മുമ്പിൽ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അമേരിക്കയിൽ ചോളവും ഗോതമ്പും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു പുല്ലാണ്. നമ്മുടെ നാട്ടിലും പുല്ലുകൾക്ക് വലിയൊരു മാർക്കറ്റുണ്ട്. പ്ലാസ്റ്റിക് പുല്ലുകളും മറ്റു പലതരത്തിലുള്ള പുല്ലുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളതൊക്കെ ആയിട്ടൊക്കെ പല രീതിയിലും വന്നിട്ടുണ്ട്.
പക്ഷേ ഇത് ശരിക്കും നമുക്ക് ആവശ്യമുള്ളതല്ല. നമ്മുടെ കണ്ണിന് ചെറിയൊരു കുളിർമ നൽകും, ഒരു സന്തോഷം നൽകും എന്നൊക്കെ പറയാമെങ്കിലും ഇത് നമ്മുടെ ഉള്ളിലോട്ട് വന്നത് ഇങ്ങനത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. പണ്ട് ഇംഗ്ലണ്ടുകാരും ഫ്രഞ്ചുകാരും തുടങ്ങി വെച്ച ഒരു സാധനം ചരിത്രത്തിലൂടെ നടന്നു വന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ സ്വാധീനിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോ കൊച്ചു ആഗ്രഹങ്ങളുടെ പിറകിലും ഓരോ കൊച്ചു മോഹങ്ങളുടെ പിറകിലും നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ അതിന് മുമ്പ് ജീവിച്ച മനുഷ്യരുടെയൊക്കെ സ്വാധീനം വളരെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുൽത്തകിടിയുടെ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.